അനാമികയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയെ കാണാത്തതിൻ്റെ ദേഷ്യത്തിൽ അനാമിക ഭയങ്കര കട്ടക്കലിപ്പിലാണ് കേട്ടോ. അതിപ്പം അഭിനയിക്കുമായിരിക്കും, എല്ലാവരെയും ബോധ്യപ്പെടുത്തണ്ടേ, അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കുമായിരിക്കാം. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, അനിയെ കാണുന്നില്ലെങ്കിൽ അത് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട, അവൻ്റെ ഭാര്യയായ എന്നേക്കാൾ അറിയാവുന്നത് നന്ദുവിനായിരിക്കും, അപ്പം എൻ്റെ അടുത്ത് ചോദിക്കാതെ നന്ദുവിൻ്റെ അടുത്ത് പോയി വിളിച്ച് ചോദിക്കാൻ പറയുന്നുണ്ട്. അടുത്തതായിട്ട് അഭിയാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട്, അമ്മ പറയുന്നത് നീ അങ്ങോട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ നിൻ്റെ അനിയത്തി കുറച്ച് മനക്കട്ടിയൊക്കെ ഉള്ളവളായിരിക്കാം, പക്ഷേ അവൾ അനിയുടെ മുമ്പിൽ വെറും പൂച്ചക്കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അഭി പറയുന്നുണ്ട്, എന്തായാലും നീ അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ജലജയുടെ നാക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും, അതായിരിക്കും അഭി അങ്ങനെ പറഞ്ഞത്. പിന്നെ കാണിക്കുന്ന അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിൽ അനാമികയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്, മോളെ നീ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, മോളെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും അമ്മയ്ക്ക് കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ പറ, പിന്നെ പരസ്യമായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അവനിപ്പം പരസ്യമായിട്ട് ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അമ്മ പറ, അവൻ്റെ ഭാര്യ ഞാനാണോ അതോ നന്ദു ആണോ എന്നുള്ള കാര്യം അമ്മ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയാണെങ്കിൽ നല്ല എരിയേറ്റി കൊടുക്കുന്നുണ്ട് ജാനകിക്ക് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ നയന വരുന്നുണ്ട്. ഇപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യത്തിൽ നയന നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണുകളൊന്ന് എനേബിൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.